തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനെതിരെ കോൺഗ്രസിൽ അമർഷം പുകയുകയാണ്. കോർപ്പറേഷനിലെ പല പരിപാടികളും ഡെപ്യൂട്ടി മേയർ എ പ്രസാദിനെ അറിയിക്കാറില്ലെന്നാണ് വിമർശനം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ ഗസ്റ്റ് ഹൌസിലെത്തിയ സമയത്ത് മേയറുടെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. മന്ത്രി ഒ.ജെ. ജനീഷ്, രാജൻ പല്ലൻ MLA, ഡെപ്യൂട്ടി മേയർ പ്രസാദ് അടക്കം ഉണ്ടായിരുന്നിടത്താണ് മേയർ എത്താതിരുന്നത്. സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എന്തായാലും ഈ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പുകളെയൊക്കെ പ്രകടമാകുന്ന ഒരു കാര്യം തന്നെയല്ല ഇപ്പോൾ ഈ സംഭവത്തിലും നമുക്ക് മനസ്സിലാകുന്നത്. ആര്യ, രാഖി, തൃശ്ശൂരിൽ കോൺഗ്രസിനുള്ളിൽ ഈ ഗ്രൂപ്പ് പോര് തുടങ്ങിയിട്ട് വളരെ ഏറെ കാലമായി. ആ ഗ്രൂപ്പ് പോര് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ കാത്തിരുന്ന് കിട്ടിയ ഭരണമാണ്. ആ ഭരണത്തിൻ്റെ മധുവിധ തീരുന്നതിന് മുൻപ് തന്നെ ഇവരുടെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത് ഭരണസ്തംഭനത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിന് പിന്നിലെ പ്രധാന കാര്യം ഈ മേയറും ഡെപ്യൂട്ടി മേയറും തമ്മിലുള്ള അന്തരമാണ്. കാരണം ഇവർ തമ്മിലുള്ള, അതായത് മേയർ കൃത്യമായിട്ട് പരിപാടികളൊന്നും ഡെപ്യൂട്ടി മേയറെ അറിയിക്കാറില്ല. പല ഉദ്ഘാടന പരിപാടികളും മേയർ തന്നിഷ്ടപ്രകാരം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ആരോപണം. അത് കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൃശ്ശൂരിലെത്തിയിരുന്നു. പൊതുപരിപാടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം എത്തുന്നതിന് മുൻപ് തന്നെ തൃശ്ശൂരിലെ ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള രാമനിലയത്തിൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയെ കാണുന്നതിന് വേണ്ടി ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള ഒ.ജെ. ജനീഷ്, ഒപ്പം തന്നെ തൃശ്ശൂരിൻ്റെ MLA രാജൻ പല്ലൻ അടക്കം, അതായത് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് അടക്കം നിരവധി നേതാക്കൾ ഈ ഒരു ഗസ്റ്റ് ഹൗസിലെത്തിയ ആഭ്യന്തരമന്ത്രിയായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തുകയുണ്ടായി. എന്നാൽ മേയർ എത്തിയതാവട്ടെ സ്ഥലത്തു നിന്നും ആഭ്യന്തരമന്ത്രി പോയതിനു ശേഷം ആണ് മേയർ എത്തിയത്. ആ സംഭവം തന്നെ വലിയൊരു വിവാദത്തിന്, വലിയൊരു അമർഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. MG റോഡിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനം കൃത്യമായിട്ട് ഡെപ്യൂട്ടി മേയറെ അറിയിച്ചില്ല. ഡെപ്യൂട്ടി മേയർ അറിയാതെ ഉദ്ഘാടനം നടത്തുന്നു. അതിനുശേഷം ആ ചിത്രങ്ങളൊക്കെ എടുത്ത് മേയറുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് ഡെപ്യൂട്ടി മേയർ ഈ ഒരു വിവരം അറിയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പടലപ്പിണക്കം, അസ്വാരസ്യം, അതൊരു തമ്മിലടിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ നിജി ജസ്റ്റിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ലാലി ജെയിംസ് അടക്കം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. DCC അധ്യക്ഷനായിട്ടുള്ള ജോസഫ് ടാജറ്റ് വലിയ രീതിയിൽ പണം വാങ്ങിക്കൊണ്ടാണ് ഈ ഒരു ഡോക്ടറായിട്ടുള്ള നിജി ജസ്റ്റിന് ഈ മേയർ സ്ഥാനം നൽകിയതെന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ വിവാദമായിട്ട്, വലിയ ആരോപണമായിട്ടൊക്കെ രംഗത്ത് വന്നതാണ് ഒരു വിഭാഗം. അതിൻ്റെ അലയൊലികൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ ഈ മേയറുടെ ഭാഗത്തു നിന്നുള്ള സ്വയംഭരണം നടക്കുന്നതായിട്ട് കോൺഗ്രസിൽ തന്നെ വലിയ വിമർശനം ഉയരുന്നത്. അതൊരു മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം മേയറും ഡെപ്യൂട്ടി മേയറും ഒന്നിച്ചിരുന്ന് ഭരിച്ചാലേ ഒരു കോർപ്പറേഷൻ്റെ ഭരണം പൂർണ്ണമാകുള്ളൂ. ആ വികസനം അത് താഴെ തട്ടിലെത്തുള്ളൂ. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ തന്നെ മഴയും അതേപോലെ മറ്റ് ബന്ധപ്പെട്ടുള്ള വലിയ നാശനഷ്ടങ്ങളൊക്കെ പല ഭാഗങ്ങളും നടക്കുന്ന ഒരു സമയമാണ്. ക്യാമ്പുകളൊക്കെ നടന്നു വരുന്ന സമയത്ത് പോലും ഇവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യം അത് വലിയ രീതിയിൽ പ്രകടമായിരുന്നു. ഡെപ്യൂട്ടി മേയറായിട്ടുള്ള എ പ്രസാദ് എല്ലാ സ്ഥലങ്ങളിലും എത്തി കാര്യങ്ങൾ തിരക്കി എന്നൊരു വാദവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. എന്നാൽ മേയറുടെ അസാന്നിധ്യം അത് പ്രകടമായിരുന്നു എന്നും ഒരു വിഭാഗം ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. ശരി സാനു, എന്തായാലും കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ, അമർഷം ഇതെല്ലാം തന്നെ മറനീക്കി വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.